ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات. തായിന്റെ അവിടെ നിർത്തുമ്പോ ത് എന്നല്ല, ഒരു ചെറിയ ഒരു صالحات فلهم أجر غير غيرنا أين فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. അല്ലാഹു നമുക്ക് വേണ്ട പോലെ ഒന്നാണ് തൗഫീഖ് നൽകട്ടെ. വത്തീൻ, തീൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. തീന് നമ്മളൊക്കെ കഴിച്ചതാണ്. ഗൾഫിൽ നമുക്ക് കൊണ്ടുവരും അത്തിപ്പഴം അല്ലെ, ഒരുപാട് വലിയൊരു ഔഷധം. തീൻ തന്നെയാണ് സത്യം. ഒലീവ് മരം തന്നെയാണ് സത്യം. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? ആ പർവ്വതം തന്നെയാണ് സത്യം. ഈ നിർഭയ നാട് തന്നെയാണ് സത്യം. 4 വിഷയങ്ങളാണ് അള്ളാഹുവോട് സത്യം ചെയ്യാൻ കൊണ്ടുവന്നത്. 4 വസ്തുക്കൾ. ഇതൊരു വലിയ സൂചനയാണ്. തീൻ എന്ന് പറയാൻ കാരണം സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയൊരു പഴം കഴിക്കരുതെന്ന് പറഞ്ഞു, ഒരു ചെറിയ മിസ്റ്റേക്ക്. അത് സംഭവിച്ച സമയത്ത് അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞുപോയി. അപ്പൊ അവര് തൽക്കാലം വസ്ത്രമായിട്ടെടുത്തത് ചില ഇലകളായിരുന്നു, ചില മരങ്ങളുടെ ഭാഗങ്ങളായിരുന്നു. അത് ശജറത്തു തീനാണ്. അതായത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലമാണ് തീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആദം നബിയുടെ കാലം തന്നെയാണ് സത്യം. ിന്റെ കാലത്ത് പ്രളയമുണ്ടായി. അവർ കപ്പൽ നിർമ്മിച്ചു. അത് ഈ ഒലീവ് മരം കൊണ്ടായിരുന്നു. ആദം നബിയുടെ കാലം തന്നെയാണ് സത്യം. ആ പഴങ്ങളെ വിളിച്ച് സത്യം ചെയ്യാണ്. പക്ഷെ അതിന് മുഫസ്സിരീങ്ങൾ നൽകുന്ന മറ്റൊരു മാന, മറ്റൊരു ഉദ്ദേശമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദം നബിയുടെ കാലം തന്നെ സത്യം, നൂഹ് നബിയുടെ കാലം തന്നെ സത്യം. പിന്നെയോ തൂരിസീനാ പർവ്വതം, അതാരുമായി ബന്ധപ്പെട്ടതാണ് നമുക്കൊക്കെ അറിയാം. അവിടെ വെച്ചിട്ടാണല്ലോ ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ ആ ഒരു തജല്ലി ചെറിയ രൂപത്തിൽ അള്ളാഹുവിനെ കാണാൻ ശ്രമിക്കുന്നത്. മൂസാ അലൈഹിസ്സലാം അപ്പൊ ഇവിടെ ആദം നബിയുടെ ആ കാലം. പിന്നെ കുറച്ചിങ്ങനെ കഴിഞ്ഞാൽ വരുന്നതാണ് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ആ കാലം. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ആ കാലം. ഈ നിർഭയ നാട് തന്നെയാണ് സത്യം. അതേതാ നാട്? മക്ക. അപാര ചരിത്രമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ 4 വസ്തുക്കൾ പറഞ്ഞതുകൊണ്ട് ആ പഴങ്ങൾ ഉദ്ദേശിക്കാം, തീൻ, ഒലീവ്, പർവ്വതം, ആ നാട്, അതൊക്കെ ഉദ്ദേശിക്കാം. എന്നതുപോലെ ഈ 4 വസ്തുക്കൾ മാത്രം അല്ലാഹു തെരഞ്ഞെടുത്തത് ലോക ചരിത്രം തന്നെയാണ് സത്യം എന്ന് പറയാനാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മുൻഗാമികളുടെ ചരിത്രം തന്നെയാണ് സത്യം. ലോക ഹിസ്റ്ററി മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു പ്രഖ്യാപിക്കാൻ പോവുകയാണ്. തീൻ എന്ന് പറഞ്ഞാൽ പഴങ്ങൾക്കിടയിൽ അതിശ്രേഷ്ഠമാണ്, നമുക്കറിയാം. സൈത്തൂൻ മരങ്ങൾക്കിടയിൽ അതിശ്രേഷ്ഠമാണ്. തൂരിസീന പർവ്വതങ്ങൾക്കിടയിൽ വേറിട്ടതാണ്. മക്ക മറ്റു നാടുകളിൽ നിന്ന് ഒരുപാട് ഇതര ക്വാളിറ്റീസ് ഉള്ളതാണ്. ഇതെല്ലാം മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു പറയുന്നു ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും.
ലഖദ് ഖലഖനാ നാം പടച്ചിരിക്കുന്നു അൽ ഇൻസാൻ മനുഷ്യവർഗത്തെ മുഴുവൻ നാം പടച്ചത് ഫീ അഹ്സനി തഖ്വീം ഏറ്റവും നല്ല ഘടന. ഏറ്റവും അഹ്സൻ എന്ന് പറഞ്ഞാൽ സൂപ്പർലറ്റീവ്, ഏറ്റവും നല്ലത്. നല്ലതുണ്ട്, താരതമ്യേന നല്ലതുണ്ട്, ഏറ്റവും നല്ലത് അഹ്സൻ, അഫ്ളൽ, അജ്മൽ. ഈ ടൂണില് അറബിയിൽ ഏത് വന്നാലും അതിന്റെ അർത്ഥം ഏറ്റവും നല്ലത്, ഏറ്റവും ഉഷാറായത്. അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠവാനായത്, അജ്മൽ ഏറ്റവും ഭംഗിയുള്ളവൻ, അസിയസ് ഏറ്റവും കൂടുതലുള്ളവൻ, അഅ്ലം ഏറ്റവും അറിയുന്നവൻ. ഇവിടെ അഹ്സൻ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഒരു മനുഷ്യനെ പടക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും നല്ല രൂപത്തിലാണ് നാം അവരെ പടച്ചിട്ടുള്ളത്. ഈ കൈ വടല്ലാതെ ഇവിടെ വെക്കുക, ഇതിന്റെ പൊസിഷൻ ഒന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ പിറകിലോ ആഴിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീര പ്രവർത്തനങ്ങളൊന്നും സുഖകരമാവില്ല. കണ്ണ് വെക്കേണ്ടിടത്ത് വെച്ചു, നാവ് വെക്കേണ്ടിടത്ത് വെച്ചു, കാല് വെക്കേണ്ടിടത്ത് വെച്ചു. ഫീ അഹ്സനി തഖ്വീം മനുഷ്യനെ നാം പടച്ചത് ഏറ്റവും നല്ല ഘടനയിലാണ്. അത് സൗന്ദര്യത്തിൽ മാത്രമല്ല, സൗന്ദര്യത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ മനുഷ്യരാണ്. ഇനി ചിന്താപരമായി ഏറ്റവും ഉഷാറ് മനുഷ്യരാണ്. സൗകര്യം, കിടക്കുക, നടക്കുക, ഓടുക, എല്ലാം മനുഷ്യന്റെ സ്ട്രക്ചറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണെങ്കിലും ഇപ്പൊ നമ്മളൊക്കെ നല്ല സ്ട്രക്ചറാണ്. ചെറിയ കുട്ടിയാകുമ്പോ നല്ല ആരോഗ്യം, നല്ല ഭംഗി, അതങ്ങനെ മൊഞ്ചായി കുറച്ച് കാലം കഴിയുമ്പോ പിന്നെ നാം അവരെ മടക്കുന്നതാണ് അസ്ഫല സാഫിലീൻ, താഴ്ന്നവരിൽ ഏറ്റവും താഴ്ന്നവർ. 16 വയസ്സാവുമ്പോ സൂപ്പറാണ്. 16 തിരിച്ചിട്ടാലോ 61. അസ്ഫല സാഫിലീൻ 17 കുറച്ചുകൂടെ ഉഷാറുണ്ട്. അത് തിരിച്ചിട്ടാലോ 71. എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയോ പറയുന്നു, ഒരുതരം മാറ്റങ്ങൾ. 71. 18കാരൻ എന്ന് പറഞ്ഞാൽ ഉജ്ജ്വലമാണ്. അതങ്ങ് തിരിച്ചിട്ടാലോ ആ സകല ഉജ്ജ്വലീയത്തും പോയി 81 എത്തുമ്പോ ഇത് മാനുഷികമാണ്. ഇത് അല്ലാഹു ലോക ചരിത്രം മുഴുവൻ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, മനുഷ്യനെ നാം പടച്ചത് ഏറ്റവും നല്ല രൂപത്തിൽ. ഫുമ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറച്ചൊക്കെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അതേ മനുഷ്യന് ഏറ്റവും താഴ്ന്നവരാക്കുകയും ചെയ്യും. ഇത് പ്രഖ്യാപിച്ചിട്ട് ലോക ചരിത്രം മുമ്പിൽ വെച്ച് ഇത് പ്രഖ്യാപിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, ഇല്ലല്ലദീന, ഒരു കൂട്ടർ ഒഴികെ. അതിൽ നമ്മൾ പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു കൂട്ടര് 16 ആയാലും 61 ആയാലും 17 ആയാലും 71 ആയാലും 18 ആയാലും 81 ആയാലും അവരുടെ ശരീരത്തിലെ മാറ്റം വന്നാലും അവരുടെ ഊർജം തകരില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ ഒരു കൂട്ടർ? ആമനൂ, അചഞ്ചലമായ വിശ്വാസം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും വലിയ രോഗം എന്താ? ശക്ക്, സംശയം. സംശയ രോഗം ഭൗതികമായിട്ട് മാത്രല്ല, ആത്മീയമായിട്ടും ഏറ്റവും കേടാണ്. ഞങ്ങളെ സംശയിക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധം മുഴുവൻ പോയി എന്നതുപോലെ നമുക്ക് അല്ലാഹുവിനെ പറ്റി സംശയം വന്നാൽ, നമുക്ക് തങ്ങളെ പറ്റി എവിടെയോ ഒരു യഖീന് ഉറപ്പ് നഷ്ടപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
ഇല്ലല്ലദീന ആമനൂ, അചഞ്ചലമായി വിശ്വസിച്ചവരൊഴികെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വിശ്വാസവും നമ്മുടെ അമലും എല്ലാം നഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം നാം തിരിച്ചറിയണം. സഹാബാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവർക്ക് ചേരാനും ചാരാനും മുഹമ്മദ് മുസ്തഫയുണ്ട്. അവർ ഈമാൻ ഗുണകാരൻ എന്താ? റസൂലുള്ളാഹിനൊപ്പം ചേർന്നു. താബിഈകൾ എത്ര ഉഷാറായത്, അവര് സ്വഹാബാക്കളുടെ കൂടെ ചേർന്നു. പ്രിയപ്പെട്ടവരെ, ഈമാനായാലും അമലായാലും നഷ്ടപ്പെടുന്നത് എവിടെയാണ്? അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. നമ്മൾ എവിടേക്കാണ് ചേരുന്നത്? ഒരു മനുഷ്യൻ നന്നാക്കാനുള്ള ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു ക്വാളിറ്റി, ഏറ്റവും കൂടുതൽ നന്നായവരാരാ? അമ്പിയാക്കൾക്ക് ശേഷം അസ്വഹാബ്. സ്വഹാബ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ചേർന്നവർ എന്നാണ്. അവര് റസൂലുള്ളാഹിയിലേക്ക് ചേർന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ എവിടെ ചേരുന്നു, ഏത് കൂട്ടായ്മയോടൊപ്പം നിൽക്കുന്നു, എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ബന്ധങ്ങൾ എന്ത്, ഇത് നമ്മൾ എന്താണോ കേട്ട് കണ്ട് ചേർന്ന് ചാരി അറിയുന്നത്, അത് നമ്മളിലേക്ക് ഇങ്ങനെ സ്വാധീനിക്കും. അതൊരു പരമ യാഥാർത്ഥ്യ. ഹദീസല്ലേ? നിങ്ങളെ ദീൻ എന്താണെന്നറിയാൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഖലീൽ, നിങ്ങളെ കൂട്ടുകാരെ നോക്കിയാൽ മതി. നമ്മൾ എവിടേക്ക് ചേരുന്നോ അത് നാം അറിയാതെ നമ്മളിലേക്ക് വരില്ല. ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. നരകക്കാര് മുഴുവൻ ആർപ്പുവിളിയായി പറയുന്ന വാക്ക്, അവനെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കിയിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് നമ്മുടെ ചില സുഹൃത്തുക്കളുടെ സ്റ്റാറ്റസ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകും. എൻ്റെ ഒരു ഫ്രണ്ട് എന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, അവന്റെ കുറച്ച് കൂട്ടുകാരിൽ യുക്തിവാദികൾ ആ സ്റ്റാറ്റസ് ഇങ്ങനെ കണ്ട് റസൂലുള്ളാഹിനോട് വെറുപ്പ് തോന്നുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദീന് കുറഞ്ഞു പോകുന്നു, മതബോധം നഷ്ടപ്പെടുന്നു. ഈ സോഷ്യൽ മീഡിയയുടെയും ഓൺലൈൻ കാലൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ ഈമാൻ വലിയ പ്രയാസമാണ്. നമ്മൾ കേൾക്കുന്നത് കാണുന്നത് അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ ചേരുന്നത് നോക്കണം. ചാരിയത് മണക്കും. അത് മണക്കളെ നമ്മൾ തന്നെ അറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഈമാൻ അതുപോലെ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം യഥാർത്ഥ ഈമാനുള്ളവരുമായി നമ്മൾ ചേരുക. പല വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ അമൽ കുറഞ്ഞു പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഈമാനാണ്, രണ്ടാമത്തത് സൽക്കർമ്മം ചെയ്യലാണ്. ഈമാനും വേണം, സൽക്കർമ്മമാണ്. വാവിട്ട് പറഞ്ഞാൽ രണ്ടിനും തുല്യ പ്രാധാന്യം. ചിലർക്ക് ഈമാൻ ഉണ്ടാവും, പക്ഷെ അമല് കുറവാണ്. ചിലർക്ക് ഭയങ്കര അമലായിരിക്കും, ഈമാൻ ക്ലിയർ അല്ല. ഇത് രണ്ടും പോരാ. ഇല്ലല്ലദീന ആമനൂ, അചഞ്ചലമായ വിശ്വാസം, വഅമിലുസ്സാലിഹാത്ത്, കൂടെ സൽക്കർമ്മം ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്താൽ ഫലഹും, അവരിക്കൊണ്ട് അജ്റുൻ, കൂലിയുണ്ട്, ഗൈറു മംനൂൻ, ഒരിക്കലും തീരാത്ത കൂലി അല്ലാഹു തരട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കി, അൽഹംദുലില്ലാഹ് മുഅ്മിനാവാൻ കഴിഞ്ഞില്ലേ? ഈമാൻ ഇസ്ലാം എന്താണെന്നറിയാൻ നമുക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ഇനി ഇത് കെടാതെ വാടാതെ തളരാതെ തകരാതെ എനിക്ക് നമുക്ക് കൊണ്ടെടുക്കാൻ സാധിക്കണം. അതിന് ഈമാൻ കൂട്ടണം. സൽക്കർമ്മങ്ങളും കൂട്ടണം. ഈമാൻ കൂട്ടാൻ ഞാൻ പറഞ്ഞില്ലേ, നല്ല നല്ല നല്ല
വസ്വാസ് ഉണ്ടാക്കുന്നതല്ല, നല്ലത് മാത്രം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. ഈമാൻ കൂടും. നല്ലവരോടൊപ്പം അങ്ങനെ ചേർന്ന് നടക്കുക, ഈമാൻ കൂടും. സൽക്കർമ്മം ചെയ്യാന്ന് പറഞ്ഞ വളരെ സിമ്പിളാണ്. എന്താ സൽക്കർമ്മം? ചെയ്യുന്നതിന്റെ നിയ്യത്ത് നന്നാക്കിയാൽ മതി. എല്ലാം സൽക്കർമ്മമാണ്. അങ്ങനെയാകുമ്പോഴോ ഫലവും അവർ അത് മുറിയൂല എന്ന് പറഞ്ഞാൽ ദുനിയാവിലും മുറിയൂല, ആഖിറത്തിലും മുറിയൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഫമാ യുകദ്ദിബുക, എന്തടോ നീ കളവാക്കുന്നത്? ബഅദു, ഇത്രയൊക്കെ പറഞ്ഞ് എത്രയൊക്കെ ബോധ്യായിട്ടും ബിദ്ദീൻ, ഈ ദീന് കൊണ്ട് നിന്നെ കളവാക്കുന്നത് എന്താണ്? എന്താണ് നിനക്ക് ഇനിയും ഇതിൽ വേണ്ട പോലെ വിശ്വാസം വരാത്തത്? അല്ലാഹുവല്ലേ, അല്ലാഹുവല്ലദീ അഹ്കമിൽ ഹാകിമീൻ. അല്ലാഹുവല്ലേ അഹ്കം. നമ്മൾ നേരത്തെ പറഞ്ഞു അഹ്കം, അഫ്ളൽ, അജ്മൽ, അസ്യദ്, അസ്മൽ, അഷ്മൽ, ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇവിടെ അല്ലാഹുവല്ല ഏറ്റവും നല്ല വിധികർത്താവ്, അൽ ഹാകിമീൻ, വിധിക്കുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവ് അല്ലാഹുവല്ലേ. ഈ ചോദ്യമാണ് ഏറ്റവും നല്ല വിധികർത്താവല്ലേ, അൽ ഹാകിമീൻ, വിധിക്കുന്നവർ. അത് കേൾക്കുമ്പോ കേൾക്കുന്നവർ ഓതുന്നവരൊക്കെ പറയണം ബലാ. അതെ, ബലാ എന്ന് പറഞ്ഞാൽ അതെ. ഞാൻ അതിന്റെ മേൽ മിനശ്ശാഹിദീൻ, സാക്ഷികളിൽപ്പെട്ടവരാണ്. എനിക്കുറപ്പാണ് ഈയാണ് ഏറ്റവും നല്ല വിധികർത്താവ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ 4 വിഷയങ്ങൾ, ആ 4 വിഷയങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശം ലോക ചരിത്രമാണ്. ലോക ചരിത്രം ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ചരിത്രങ്ങളൊക്കെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ നല്ല ഉഷാറിലും ആരോഗ്യത്തിലുള്ളവരായിരിക്കും. പക്ഷേ ഈ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് അനാരോഗ്യത്തിലേക്ക് നമ്മളൊക്കെ പോകും. മനസ്സ് തകരും, ആത്മീയത കുറയും, എല്ലാത്തിലും കുറവ് വരും. 2 കാര്യങ്ങൾ സ്ട്രിക്റ്റായി കൊണ്ടു നടന്നാൽ ഒഴികെ ഇല്ലല്ലദീന ആമനു, ഒരു വസ്വാസുമില്ലാത്ത വിശ്വാസം, വഅമിലുസ് സാലിഹാത്ത്, നിയ്യത്ത് നന്നാക്കിയ അമൽ. എത്ര സുഖാണ്! ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന അമല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സാലിഹായ അമല് ചെയ്യാൻ അല്ലാഹനെ കാണണമെങ്കിൽ നല്ല കാര്യം ചെയ്തോളി. എന്നിട്ട് അല്ലാഹ് അതിന് ചേർത്ത് പറഞ്ഞത് എന്താ? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ചെയ്യുന്നതിന്റെ ഇന്റൻഷൻ അല്ലാഹ് മാത്രമായി മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ മനോഹരമായ ഒരു ചർച്ച കൊണ്ടുവരും. ഒരുപാട് പഴങ്ങൾ ഉണ്ടായിട്ട് എന്തേ അല്ലാഹ് തീന് പറഞ്ഞത്? തീൻ പറയാൻ കാരണം ചില പഴങ്ങൾ പുറം കഴിക്കാൻ പറ്റൂല, ഉള്ളു കഴിക്കാൻ പറ്റും. അല്ലെ? തണ്ണിമത്തൻ ആയിക്കോട്ടെ, പഴം അല്ലെ, നമുക്ക് ഉള്ളു പറ്റും, പുറം പറ്റൂല. എന്നാൽ ചിലതും പുറം പറ്റും, ഉള്ളു പറ്റൂല. ഏതാ? ഈത്തപ്പഴം അല്ലേ? ഈത്തപ്പഴം ഏറ്റവും വലിയ ഫ്രൂട്ട്. പക്ഷേ അതിന്റെ കുരു നമ്മൾ പുറകെ കഴിക്കും. എന്നാൽ അത്തിപ്പഴം അങ്ങനല്ല. ബാത്തിനും ലാഹിറും, ഉള്ളും കഴിക്കാം, ഒന്നൊഴിവാക്കണ്ട. ബാത്തിനും കഴിക്കാം. ഇതുപോലെ മുഅ്മിനാകണം. അതിനാണ് ദീൻ എന്ന സത്യസാക്ഷ്യം കൊണ്ടുവന്നതെന്ന് റാസി റഹ്മത്തുള്ളാഹി. നമ്മുടെ ഉള്ളും ക്ലിയർ ആവണം, പുറവും ക്ലിയർ ആവണം, ദീനിനെ പോലെയാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുപോലെ
മറ്റും ഒരുപാട് നേട്ടങ്ങൾ എന്തുകൊണ്ട് ദീൻ കൊണ്ടുവന്നു എന്ന് പ്രത്യേകം ചർച്ച ചെയ്യുന്നു. നാം പറഞ്ഞു കാന സിത്രു ആദമ അലൈഹിസ്സലാം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പടച്ച റബ്ബ് ആദം നബി അലൈഹിസ്സലാമിനെ മറയായി ഔറത്ത് മറക്കാൻ നൽകിയത് ഈ ദീനിന്റെ ഇലകളായിരുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷമുള്ള ചരിത്രത്തിലും ഈ ദീനിന് വലിയ പ്രത്യേകതകൾ. എന്നിട്ട് അത് ഈ 4 വിഷയങ്ങളും മുമ്പിൽ വെച്ചിട്ടാണ് അല്ലാഹു നമ്മളോട് സത്യം ചെയ്തത്. നാം മനുഷ്യരെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ഘടനയിൽ. അത് നമ്മൾ ഒന്നുകൂടെ അറിയണം. നമ്മുടെ ഭംഗിയിൽ മാത്രല്ല, നമ്മുടെ സൗകര്യത്തിൽ. കാര്യമായിട്ട് മനുഷ്യന് 3 ആവശ്യങ്ങളുള്ളത് അല്ലെ? 3 ആവശ്യം. ഒന്ന്, വിശക്കുമ്പോ ഭക്ഷണം വേണം. മറ്റൊന്ന് വിശ്രമം വേണം. മറ്റൊന്ന് ഇണചേരണം. ഇത് മനുഷ്യന്റെ ബേസിക് നീഡ്സുകളാണ്, മനുഷ്യനൊക്കെ ആവശ്യങ്ങളാണ്. ഈ 3 കർമ്മം ചെയ്യുന്നതിലും മനുഷ്യനെ പോലെ സൗകര്യമുള്ളവരാരാണ്? ഒന്ന് ഭക്ഷണം എടുത്തു. ഭക്ഷണം ഇപ്പൊ നമ്മള് ഒരു പശുവിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വേണ്ടതും വേണ്ടാത്തതും പശു വേർതിരിക്കുന്നത് തന്റെ മുഖം കൊണ്ടായിരിക്കും. മുഖം അല്ലേ? മുഖം. മനുഷ്യനാവശ്യമില്ല. മനുഷ്യനോ തന്റെ കരം കൊണ്ടാണ് ഭക്ഷണവുമായിട്ട് ഇടപെടുന്നത്. ഭക്ഷണം കഴിക്കാനും അത് സംശുദ്ധീകരിക്കാനും മനുഷ്യനെ പോലെ സുഖമുള്ള ആരുണ്ട്? അതാണ് റബ്ബ് പറഞ്ഞത് അഹ്സനി തഖ്വീം. ഈ കാണുന്ന മൃഗങ്ങളിലേക്ക് നോക്കിയിട്ട് ആ മൃഗങ്ങളെക്കാൾ അഹ്സനായിട്ട് അല്ലാഹു പഠിച്ചല്ലോ. ഇനി വിശ്രമം. മനുഷ്യനോ ഇരുന്ന് വിശ്രമിക്കാം അല്ലെ? ഇരുന്നിട്ട് ഉറങ്ങാം, കിടന്നിട്ട് ഉറങ്ങാം അല്ലെ? ഇരുന്നിട്ട് ഉറങ്ങണവരെ കാണാൻ ഇങ്ങനെ നോക്കിയാൽ മതി. കിടന്നിട്ട് നമുക്ക് എന്താവാൻ കഴിയും? ഉറങ്ങാം. ഇനിയോ നിന്നിട്ടും വേണമെങ്കിൽ ഉറങ്ങാൻ കഴിയും. കിടന്നുറങ്ങുമ്പോ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. പക്ഷേ മനുഷ്യന് വിശ്രമവും ഏത് നിമിഷവും നമുക്ക് നടത്താം. നിങ്ങൾക്ക് ഉറക്കിനെ നാം വിരിപ്പാക്കി തന്നില്ലയോ? പക്ഷേ ഒരു മൃഗത്തിന് അങ്ങനെ ഉറങ്ങാൻ കഴിയോ? നമ്മളെ പോലെ ഇരുന്നും കിടന്നും നിന്നും സാധ്യമാകുന്നില്ല. മനുഷ്യനാണ് ഭക്ഷണം കഴിക്കുന്നതിൽ ഏറ്റവും നല്ല രൂപം, വിശ്രമിക്കുന്നതിലും ഏറ്റവും നല്ല രൂപം ഇണചേരുന്നതോ. മഖാസിദുൻ നിക്കാഹ് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിലും അതിന്റെ ചർച്ചയുണ്ട്. എങ്ങനെ ഇണചേരണം? തോന്നിയതുപോലെയല്ലോ. അതിനൊരു ഭാഗമുണ്ട്, അതിനൊരു രൂപമുണ്ട്. ഇണചേരുക അത് ഏറ്റവും സുഖകരമായി, ഏറ്റവും ആനന്ദകരമായി, ഏറ്റവും ആഗ്രഹിക്കുന്നത് പോലെ നടത്താൻ സാധിക്കുന്നത് മനുഷ്യനാണ്. അതാണ് അഹ്സനി തഖ്വീം. ഒന്ന് ഭക്ഷണം, മനുഷ്യന്റെ ആവശ്യം. മറ്റൊന്ന് വിശ്രമം, മനുഷ്യന്റെ ആവശ്യം. മറ്റൊന്ന് ഇണചേരൽ. ഇത് 3 അല്ലാഹു ഏറ്റവും പ്രഫുല്ലമായ രൂപത്തിൽ പടച്ചു തന്നത് നമുക്കാണ്. ഇത് നമ്മുടെ ബാഹ്യാവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ എല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ഡോക്ടർ പരമേശ്വരൻ എന്ന് പറയുന്ന വലിയൊരു വിശുദ്ധൻ, അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട്, അദ്ദേഹം മുസ്ലിം ഒന്നുമല്ല, എന്നിട്ട് അദ്ദേഹം പറയാണ് മനുഷ്യനെയും മണ്ണിനെയും വെച്ച് പഠിക്കുമ്പോൾ മനുഷ്യ ശരീരവും മണ്ണും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നത് പോലെ കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. എല്ലാ രാസവസ്തുക്കളും ഗുണങ്ങളും അതുപോലെ എല്ലാവിധ ഔഷധങ്ങളുമുള്ള ഒന്നാണ് മണ്ണ്. മണ്ണും മനുഷ്യനും വെച്ചിട്ട് ഈ ഡോക്ടർക്ക് ബോധ്യപ്പെടുകയാണ് ഹദീസിൽ പറഞ്ഞത് എത്ര കറക്റ്റാണ്. കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്ന്, വആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്നും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ ഇതിപ്പോ നമ്മുടെ ഭക്ഷണം, വിശ്രമം, ഇണചേരൽ. ഇനി നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ഹാർട്ട്,
ഹാർട്ട് മാത്രം നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഒരു മിനിറ്റിൽ 5 ലിറ്റർ രക്തമാണ് ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ ഒരു സംവിധാനം ചെയ്തത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ശരീരം ഒരു ഹാർട്ട് ബീറ്റിംഗ്, ഇവിടെയുള്ള ആ ഒരു ബീറ്റിംഗ് ഉണ്ടല്ലോ, മിടിപ്പ്, അത് അല്ലാഹു അതിന്റെ ഏറ്റവും നല്ല സ്ട്രക്ചറിൽ പണിതു. അത് ഒന്ന് നിന്ന് പോയാൽ we will be called dead body. നമ്മൾ മയ്യത്തെന്ന് വിളിക്കപ്പെടും. ഇനി കിഡ്നിയൊക്കെ ഒന്ന് വീക്കായവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരൊന്നും ഇങ്ങനെ നോക്കിയാൽ മതി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അത് ഏറ്റവും അഹ്സനായിട്ട് എന്നെ പടച്ചല്ലോ. തലച്ചോറ് കൊണ്ടുള്ള ഉപകാരങ്ങൾ, തലച്ചോറിന്റെ വലുപ്പം, ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ലളിതമായി യൂട്യൂബിലൊന്നും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എന്തൊരു സൃഷ്ടിക്കലാണ് സൃഷ്ടിച്ചത്. എന്റെ പടപ്പിന് എത്ര ഭംഗിയാണ്. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്, ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലും സുഖത്തിലും വിശ്രമത്തിലും ഒക്കെ അഹ്സനാണെങ്കിലും പിന്നീട് ഇതൊക്കെ നഷ്ടപ്പെടും. പക്ഷേ നഷ്ടപ്പെടാതിരിക്കാൻ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഉണ്ടെങ്കിൽ എന്നും നമുക്ക് ആ മഞ്ചായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോൾ 10-16 മുടികളാണ് നരച്ചത്. ശരീരത്തിൽ എവിടെയും ഒരു കുറവുണ്ടായിട്ടില്ല. ആ പളപളപ്പും ആ ചമൽക്കാരവും പ്രസവത്തിലുള്ള ഗുണങ്ങളൊക്കെ പ്രസവാനന്തരം മരിക്കും വരെ വർദ്ധിതമായ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഇല്ലല്ലദീന ആമനു, അചഞ്ചല വിശ്വാസം, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മവും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ 2 പരിഹാരങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടെ വിശാലമാക്കണം. ഇതൊരു സത്യമാണ്. ലോക ചരിത്രം മുമ്പിൽ വെച്ച് പടച്ചോൻ പറഞ്ഞ സത്യം. ഇന്ന് നമ്മളൊക്കെ അഹ്സനാണ്, ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇനി ഈ അഹ്സൻ മാറിയിട്ട് അസ്ഫൽ, ഏറ്റവും താഴ്ന്നവരാകും. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഈ 2 ഗുണങ്ങൾ ഉണ്ടെങ്കിലോ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, തകരാത്ത, നിലക്കാത്ത, ഒടുങ്ങാത്ത പുണ്യമായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ ജീവിതത്തിൽ ഐശ്വര്യം വരാൻ വർദ്ധിപ്പിക്കേണ്ട ഒരു സൂറത്ത് കൂടെയാണ് സൂറത്തു തീൻ. അല്ലാഹു നമുക്ക് വേണ്ട പോലെ തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ ഞങ്ങൾ കേട്ടതും ചർച്ച ചെയ്തതും പാരായണം ചെയ്യാൻ ശ്രമിച്ചതും നിന്റെ കലാമാണ്. ഞങ്ങൾക്ക് കിട്ടിയ വലിയ സമ്മാനം ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാൻ, ആ ഖുർആൻ എങ്ങനെ തദബ്ബുർ ചെയ്യാൻ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ, ഖുർആനിന്റെ ശോഭ നെഞ്ചിലേറ്റാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഇതിന്റെ മുഴുവൻ പുണ്യവും ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ അംബിയാ സിദ്ദീഖീങ്ങൾ ശുഹദാ സ്വാലിഹീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെയൊക്കെ ദറജ ഉയർത്തി അവരെ മദദും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചോർക്കൊക്കെ എത്തിക്കണേ അല്ലാഹ്. എല്ലാവർക്കും മാപ്പ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല ഹിദായത്ത് നൽകണേ, ആഫിയത്ത് പൂർണ്ണമാക്കണേ, ബറകാത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹോദരന്മാർ ഫലസ്തീനിൽ യാ ഹഫീദ് യാ അല്ലാഹ്, അവർക്ക് സംരക്ഷണവും കരുത്തും നൽകണേ അല്ലാഹ്.
ഞങ്ങളെയും അവരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ജന്നത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله على محمد صلى الله